ടു മൈ ചാനൽ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചറലിസം ആണ് നോക്കിയത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസത്തിന് ഒരു റിയാക്ഷനായിട്ട് വന്ന സ്കൂൾ ഓഫ് തോട്ടാണ് സൈക്കോളജിയിൽ. നമുക്കറിയാം സ്ട്രക്ചറലിസം നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തിനായിരുന്നു അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്? കോൺഷ്യസ്നെസ്സിനെ ആയിരുന്നു. അതായത് ആ കോൺഷ്യസ്നെസ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്ട്രക്ചറലിസത്തിൽ നടന്നത്. പക്ഷെ നേരെ മറിച്ച് ഫങ്ഷണലിസം വരുമ്പം ഇവിടെ ഒരു അഡാപ്റ്റേഷനാണ്. നമ്മുടെ മെൻ്റൽ പ്രോസസ്സിനെ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെ അഡാപ്റ്റഡ് ആക്കാം. സോ അഡാപ്റ്റ് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് അഡാപ്റ്റേഷൻ ഡാർവിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ. സോ അഡാപ്റ്റേഷൻ ആ ഒരു ഡാർവിൻ്റെ തിയറിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് ഫൗണ്ട് ചെയ്തത് അതിൻ്റെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് വില്യം ജെയിംസ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് ഫങ്ഷണലിസം എന്ന് വിളിക്കുന്നത്. ഫാദർ ഓഫ് ഫങ്ഷണലിസം ആ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് വില്യം ജെയിംസ് ആണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മൾ ഫങ്ഷണലിസമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട വേറെ കുറച്ച് പേരുകളുണ്ട്. ജോൺ ഡുവേ, ജെയിംസ് റൗലൻ, ഏഞ്ചൽ എന്ന് പറയുന്നവർ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫങ്ഷണലിസത്തിൽ ഓർക്കേണ്ടത് എങ്ങനെയാണ് അഡാപ്റ്റേഷൻ, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നത്, അതാണ് ഫങ്ഷണലിസത്തിനകത്ത് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മുന്നിലോട്ടൊരു പാമ്പ് ഒരു പാമ്പ് എവിടുന്നോ ഒന്ന് ഇപ്പോൾ ഒരു മരത്തിൽ നിന്നോ ചെടിയിൽ നിന്നോ വല്ലതും ചാടി വന്നു എന്ന് വിചാരിക്കാം. സോ പെട്ടെന്ന് അതിനെ കാണുമ്പോൾ നമുക്കൊരു ഭയമായിരിക്കും, ഒരു ഫിയർ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ? നമ്മളൊന്ന് പുറകോട്ട് മാറും. സോ അങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു സ്ട്രക്ചറലിസ്റ്റ് ആണെങ്കിൽ അവരെങ്ങനെയായിരിക്കും നമ്മുടെ ഒരു അൺകോൺഷ്യസ് ആ ഒരു കോൺഷ്യസ്നെസ്സിനകത്ത് അതിനെയാണ് അവർ സ്റ്റഡി ചെയ്യാൻ നോക്കുന്നത്. അവരതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ ഒരു ഫിയർ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടായ ഒരു ഫിയറിനെ അവരൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ സെൻസേഷൻ അല്ലെ ഫീലിങ്സിനെ മനസ്സിലാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഫങ്ഷണലിസ്റ്റ് ആണെങ്കിൽ ആ ഒരു സമയത്ത് വൈ ഡു യു ഫീൽ ഫിയർ, നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ഡസ് ഫിയർ ഹെൽപ്പ് യു ടു സർവൈവ് ഇൻ നേച്ചർ. ആ ഒരു ഫിയർ എന്ന് പറയുന്ന എന്താ പറയുക, ആ ഒരു ഇമോഷനെ എങ്ങനെ നമുക്ക് എൻവയോൺമെൻറ്റിൽ അതുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഇതിനകത്ത് ഫങ്ഷണലിസത്തിൽ നോക്കുന്നത്. അതായത് ഫിയർ ഈസ് യൂസ്ഫുൾ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് യു ടു അവോയ്ഡ് ഡേഞ്ചർ. ഇറ്റ്സ് എ ഫങ്ഷൻ ദാറ്റ് ഇൻക്രീസസ് സർവൈവൽ.